ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലയം എന്ന സസ്പെൻസ് ത്രില്ലർ നോവലിൻ്റെ അവസാനത്തെ അധ്യായം 27. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കഥയിലേക്ക് സ്വാഗതം. തകർത്തടിച്ചു പെയ്യുന്ന മഴ. ചീട്ട് കളിക്കാൻ പോയ ശിവൻകുട്ടി തിരിച്ചെത്തിയപ്പോൾ രാത്രി 2 മണി കഴിഞ്ഞു. അച്ഛൻ കുഞ്ഞും റഷീദും ഉണ്ടായിരുന്നു കൂടെ. എന്നാൽ ഞാൻ പോകുക, അച്ഛൻ കുഞ്ഞു പറഞ്ഞു. രാവിലെ ഓട്ടം പോകാനുള്ളതാ. ഇനി എപ്പോഴാണ് ഉറങ്ങുന്നത്? മുടിഞ്ഞ മഴയും. പോടാ, പോയി ചാകുവോ ഉറങ്ങുവോ എന്തു വെച്ചാൽ ചെയ്യ്. ശിവൻകുട്ടി ചൂടായി. കളിച്ച് കാശ് പോയതിന് എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നത്? അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. പോടാ നാറി. സകല കളിയിലും ഞാൻ തോൽക്കുന്നത് ഇതാദ്യമായിട്ടാടാ. റമ്മി കളിയിൽ 100-100, പരിയൽ കളിയിൽ 150. എന്നാൽ പിന്നെ വെട്ടി മലത്തിയേക്കാമെന്ന് വെച്ചപ്പോൾ കൂടും കുടുക്കിയും പോയി. ഇതെന്നാ നാശം പിടിച്ച ദിവസമാണ്. വരവെന്ന് പറയുന്നത് തൊട്ട് തേച്ചിട്ടില്ല കയ്യിൽ. ചീട്ട് വരാഞ്ഞിട്ടില്ല ശിവൻകുട്ടി. എനിക്ക് ലാഭമൊന്നുമില്ല, കയ്യിൽ നിന്ന് കാശ് പോയില്ലെന്ന് മാത്രം. റഷീദ് ആ കളം തൂത്തുവാരിയത്. ഇന്ന് റഷീദിൻ്റെ ദിവസമായിരുന്നു. നീ എത്ര ദിവസം കളം തൂത്തുവാരി കൊണ്ടുപോയിട്ടുണ്ട്? അന്നൊക്കെ ഇതുപോലെ കലി കയറി അണ്ടി കളഞ്ഞ അണ്ണാനെ കണക്കെയായിരുന്നു ഞങ്ങളും. ശിവൻകുട്ടി തൂത്തുവാരോടാ, നാളെ തന്നെ വാരും, നോക്കിക്കോ. എന്നാൽ അങ്ങനെ ആട്ടെ. റഷീദും അച്ഛൻ കുഞ്ഞും പോകാൻ ഭാവിച്ചു. അപ്പോൾ പുറത്താരോ ഓടിയെടുക്കുന്ന ശബ്ദവും തട്ടിയിൽ മുട്ടുന്നതും കിട്ടും. ഏതവനാടത്? മുതുപാതിരേക്ക് ശിവൻകുട്ടി വിളിച്ചു ചോദിച്ചു. ഏതു പന്നക്ക? ശിവൻകുട്ടി, നോബലിൻ്റെ ഒച്ച. ശിവൻകുട്ടി മാത്രമല്ല, അച്ഛൻ കുഞ്ഞും റഷീദും അത് തിരിച്ചറിഞ്ഞു. ഭയം വന്നല്ലോ. റഷീദ് ചെന്ന് ചാരിയിരുന്ന വാതിൽ തുറന്നു. ആകെ നനഞ്ഞൊലിഞ്ഞ വേഷത്തിൽ നോബൽ ശിവൻകുട്ടിയുടെ മുറിയിലേക്ക് കയറി. നീ ഇത് എവിടുന്ന് വരുന്നടാ? കടലിൽ നിന്നാ? ശിവൻകുട്ടി അത്ഭുത പരതന്ത്രനായി ചോദിച്ചു. ചീനാർ എസ്റ്റേറ്റിൽ നിന്നും. എങ്ങനെ വന്നു ഈ സമയത്ത്? എസ്റ്റേറ്റ് വക ഒരു ലോറി എടുത്ത് ഓടിച്ചൊന്ന് പോന്നടാ. നോബിള് ചുമരിൽ ചാരി നിന്ന് കിതച്ചു. എന്നിട്ട് ലോറി എവിടെ? ഒച്ചൊന്നും കേട്ടില്ലല്ലോ. ലോറി കുറച്ചകലെ, ആരും കാണാതെ ഒരിടവഴിയിൽ ഒതുക്കിയിട്ടേക്കുവാ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി മഴയത്തോടെയാണ് ഇവിടം വരെ എത്തിയത്. അതെന്തിനാടാ? നിങ്ങൾക്ക് ലോറിയിലിങ്ങ് വരരുതായിരുന്നോ? ലോറിയും കൊണ്ട് വന്നാൽ ഞാനിവിടെ വന്നൊന്ന് പോലീസ് അറിയും. അവർ നിങ്ങളെയൊക്കെ അകത്താക്കി എടുത്തിട്ടടിക്കും. ഒരു തവണ അനുഭവിച്ചില്ലേ? ഇനിയും ഞാൻ കാരണം ഈ ലോറി തെരുവിൽ ഒറ്റ ആളും പോലീസിൻ്റെ തല്ലുകൊള്ളരുത്. ശിവൻകുട്ടിയും അച്ഛൻ കുഞ്ഞും റഷീദും നോബിളിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നിങ്ങളെന്നാ ഒന്നും മിണ്ടാത്തെ? പോയ കാര്യം എന്തായെന്ന് ചോദിക്കടാ ശിവൻകുട്ടി. നോബിൾ ഉന്മാദം കൂട്ട്. തട്ടിയടാ ശിവൻകുട്ടി. ഞാൻ എല്ലാത്തിനെയും, എൻ്റെ കുടുംബം നശിപ്പിച്ച ചെകുത്താന്മാരെ എല്ലാം നരകത്തിലോട്ട് അയച്ചിട്ടാണടാ ഞാൻ വരുന്നത്. ആരും ഒന്നും മിണ്ടിയില്ല. വില്യംസും ആൺമക്കളും തീയിൽപ്പെട്ട് വെന്തു മരിച്ചതും മൈക്കിളും ഡോണും ജീപ്പ് അപകടത്തിൽ കൊല്ലപ്പെട്ടതും പത്രവാർത്തകളിൽ നിന്നും അവരറിഞ്ഞിരുന്നു. പോലീസ് സംഘങ്ങൾ ഇടയ്ക്കിടയ്ക്കെല്ലാം നോബലിനെ തിരക്കി ലോറിത്തെരുവിൽ വരാറുണ്ടായിരുന്നു. നോബലിൻ്റെ അടുത്ത സുഹൃത്തുക്കളെ പലപ്പോഴും ചോദ്യം ചെയ്യുകയുണ്ടായി. 2 പോലീസുകാർ മഫ്റ്റിയിൽ ലോറിത്തെരുവിൽ ഇറങ്ങി കറങ്ങുന്നതായി ഒരു ഊഹം പ്രചരിച്ചിരുന്നു. എന്താ ആരൊന്നും മിണ്ടാത്തെ? ഇനി മരിച്ചാൽ എനിക്ക് സങ്കടമില്ലടാ. ശിവൻകുട്ടി നോബലിൻ്റെ ചുമലിൽ പിടിച്ചു. നീ ഇത് ചെയ്യുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നടാ. എനിക്ക് വിശക്കുന്നുണ്ട് ശിവൻകുട്ടി, തിന്നാൻ വല്ലതിരിപ്പുണ്ടോടാ? എടാ ഒന്നുമില്ലല്ലോടാ നോബിളെ. ശിവൻകുട്ടി എഴുന്നേറ്റ് മുറിയിൽ അവിടെ ഇവിടെ നോക്കി. മോഡേൺ ബ്രെഡിൻ്റെ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിൽ ഉണങ്ങിയ ഏതാനും ബ്രെഡ് കഷ്ണങ്ങൾ മാത്രം കിട്ടി. നോബിൾ അത് വാങ്ങി ബ്രെഡ് കഷ്ണങ്ങൾ പുറത്തെടുത്തു. അതിന്മേൽ അരിച്ച് നടന്ന ഉറുമ്പുകളെ ഊതിയും മേശവക്കിൽ തട്ടിയും കളഞ്ഞ ശേഷം വായിലിട്ട് ചവക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് റഷീദിന് വലിയ വിഷമമായി. നീ എൻ്റെ വീട്ടിലോട്ട് വാടാ നോബിളെ, നിനക്ക് ഞാൻ വയറു നിറച്ചും ചോറ് തരാം. അതിനൊന്നും സമയമില്ല റഷീദെ, അവന്മാരിപ്പോൾ എത്തും. ആര്? പോലീസോ? ചീനാർ എസ്റ്റേറ്റിൽ ചെന്ന് അരുണ്ണി അവൻ്റെ കെട്ടിയോളം കെട്ടിത്തൂക്കി കൊന്നിട്ടാണ് ഞാൻ പോകുന്നത്. അവരെൻ്റെ അമ്മയോട് ചെയ്ത പോലെ. ശിവൻകുട്ടിയും റഷീദും അച്ഛൻ കുഞ്ഞും അന്തം വിട്ട് പരസ്പരം നോക്കി. ശിവൻകുട്ടി, കുടിക്കാനൊന്നുമില്ലടാ. ശിവൻകുട്ടി കാൽ കുപ്പികൾ തേടി മുറിയിൽ ഉഴറി നടന്നു.
ചുമരോട് ചേർത്ത് മൂലയിലൊക്കെ കാലിക്കുപ്പികൾ അനേകം നിരന്നു കിടപ്പുണ്ട്. കുറേയേറെ തിരഞ്ഞപ്പോൾ 4-5 കുപ്പികളിൽ നിന്നായി 200 മില്ലിയോളം കിട്ടി. അത് നോബിളിന് കൊടുത്തു. പുറത്ത് കനത്ത മഴ. തകരം മേഞ്ഞ മേൽപ്പുരയിൽ പേമാരി ഇരമ്പുന്നുണ്ട്. ആർത്തിരമ്പി വന്ന കാറ്റത്ത് ജനൽപ്പാളികൾ മലർക്കെ തുറക്കപ്പെട്ടു. കുറേ മഴത്തുള്ളികൾ മുറിയിലേക്ക് പാറി വീണു. ശക്തമായൊരു മിന്നൽ, തുടർന്ന് ചെകിടടുപ്പിക്കുന്ന ഇടിമുഴക്കം. മുറിയിലെ ലൈറ്റണഞ്ഞു, തൊലഞ്ഞു. കാറ്റ് ഊതിയാൽ ഇവിടുത്തെ മെഴുകുതിരി കെടുകയില്ല, കറണ്ട് കെട്ടുപോകും. ശിവൻകുട്ടി പിറുവിറുത്തുകൊണ്ട് എവിടെ നിന്നോ ഒരു മെഴുകുതിരി കഷ്ണം തപ്പിയെടുത്തു കൊണ്ടുവന്നു. അച്ഛൻ കുഞ്ഞ് തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചു പിടിച്ചു. മുറിയിലെ മെഴുകുതിരിയുടെ പ്രകാശം പരന്നു. നോബിള് മേശമേലുറപ്പിച്ച മെഴുകുതിരികളിലേക്ക് നീങ്ങി നിന്നു. തുകൽ ബാഗ് തുറന്നു. അതിൽ നിന്നും സ്വർണ്ണ നിറത്തിലുള്ള ഒരു ബോക്സ് എടുത്ത് ശിവൻകുട്ടിയുടെ ഇരുങ്കയ്യേയും പിടിച്ച് ഏൽപ്പിച്ചു. ശിവൻകുട്ടി, നീ ഇത് എൻ്റെ മകന് കൊണ്ടുപോയി കൊടുക്കണം. അവൻ്റെ അപ്പ അവന് കൊടുക്കാൻ ഏൽപ്പിച്ച സമ്മാനമാണിതെന്ന് പറയണം. ശിവൻകുട്ടി വിഷമത്തോടെ അത് വാങ്ങി. നോബിൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതിൻ്റെ വില എൻ്റെ മോൻ ഇപ്പം മനസ്സിലാവുകയില്ല. മനസ്സിലാകുന്ന പ്രായം വരുമ്പോൾ നിങ്ങൾ അവനോട് പറയണം. ഇതിൻ്റെ വില അവൻ്റെ അപ്പായുടെ ചോരയാണെന്ന്, അവൻ്റെ അമ്മയുടെയും കുഞ്ഞു പെങ്ങളുടെയും മുത്തശ്ശിയുടെയും ജീവനാണെന്ന്. നോബിളിൻ്റെ തൊണ്ടയിടറി. അനന്തരം നോബിൾ ഭദ്രമായി പൊതിഞ്ഞ ഒരു കടലാസ് ചുരുളും ശിവൻകുട്ടി ഏൽപ്പിച്ചു. എൻ്റെ മോന് പ്രായപൂർത്തിയാവുന്നത് വരെ ചീനാർ എസ്റ്റേറ്റിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ നിങ്ങളെ 3 പേരെയും ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉടമ്പടിയാണ്. എൻ്റെ വിരലടയാളമാണ്, ഒപ്പ്. അതുപോലെ ആരും ഒന്നും മിണ്ടുന്നില്ല. നോബിൾ തുറന്നു. തോട്ടം മാത്രമല്ല, എൻ്റെ മോനെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പനും അമ്മയും കൂടപ്പുറപ്പുകളും ആരും ഇല്ലാത്തവനാണ് എൻ്റെ മോനെന്ന് ഓർത്തോളണം. നീ ഇത് വല്ലതും പ്രത്യേകിച്ച് പറയണോടാ നോബിളെ? ശിവൻകുട്ടിയുടെ ഒച്ച പതറി. നിൻ്റെ മോന് ഞങ്ങളുണ്ടടാ. ഞങ്ങൾ മാത്രമല്ലടാ, ലോറിത്തെരുവിലെ മുഴുവൻ പേരും. അത് മതി, എനിക്ക് സന്തോഷമായി. നോബിള് വാതുക്കലേക്ക് ചെന്നു. മഴയും കാറ്റും കുറഞ്ഞോ എന്ന് നോക്കി. ഇരുട്ടും ഇടയ്ക്കിടെ മിന്നലും മാത്രം കാണാമായിരുന്നു. ശിവൻകുട്ടി, ഒരു കാര്യം കൂടെ. എൻ്റെ കൂടെ ജയിലിൽ ചാടുന്നതിനിടയിൽ വെടിയേറ്റ് മരിച്ച മാർക്കോസ് എന്നൊരാളുണ്ട്. പാവപ്പെട്ട കുടുംബം അയാളുടേത്. അയാൾക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നോബിള് അവരുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അയാൾ വാതിക്കൽ നിന്നും വീണ്ടും കൂട്ടുകാരുടെ സമീപത്ത് 3 പേരുടെയും കൈകൾ കൂട്ടി തൻ്റെ നെഞ്ചോട് അടുക്കിക്കൊണ്ട് അവരെ ഉറ്റുനോക്കി. നിങ്ങളെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. പലതവണ മരണത്തിൽ നിന്ന് പോലും രക്ഷിച്ചിട്ടുണ്ട്. മരിച്ചാലും നിങ്ങളെ ആരെയും ഞാൻ മറക്കല. നോബിളിൻ്റെ കണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞു. ആരുമില്ലാത്തവനായിട്ടാണ് ഞാൻ ഈ ലോറിത്തെരുവിൽ വന്നത്. എന്നിട്ട് എനിക്കില്ലാത്തതെല്ലാം നിങ്ങളിപ്പോൾ തന്നു. ഇപ്പം ഞാൻ തിരിച്ചു പോവുക, വന്ന പോലെ തന്നെ, ഒന്നുമില്ലാത്തവനായിട്ട്, ആരും ഇല്ലാത്തവനായിട്ട്. നിനക്കിപ്പോഴും ഞങ്ങളൊക്കെ ഇല്ലടാ നോബിളെ. ശിവൻകുട്ടി നോബിളിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ്റെ കൈ പിടിവിച്ച് നോബിൾ പിന്നേക്കം നീങ്ങി. കിറ്റ് ചുമലിലിട്ടു. അവൻ വാതിക്കലെത്തി. നോബിൾ വാതിൽ തുറന്നതും കാറ്റ് തള്ളിക്കയറി മെഴുകുതിരി അണഞ്ഞു. എന്നാൽ ഞാൻ പോട്ടെ. കട്ട പിടിച്ച ഇരുട്ടിൽ നിന്നും നോബിളിൻ്റെ ഒച്ച കേട്ടു. എല്ലാവരും പറഞ്ഞേക്ക് നോബിൾ എങ്ങനെ വന്നോ അതുപോലെ തിരിച്ചുപോയെന്ന്. നോബിൾ! റഷീദ് ഉറക്കെ വിളിച്ചു. മറുപടിയില്ല. അകന്നു പോകുന്ന 4-5 ചവിട്ടടികൾ ഒച്ച മാത്രം കേട്ടു. 3 പേരും വാതുക്കൽ വന്ന് നോക്കി നിന്നു. ലോറിത്തെരുവിൽ ഇരുട്ടിൻ്റെ കടലിരമ്പിക്കൊണ്ടിരുന്നു. ഇരുൾ സമുദ്രത്തിന് മീതെ നങ്കൂരമിട്ട നൗകകൾ പോലെ, പത്തേമാരികൾ പോലെ, കപ്പലുകൾ പോലെ കെട്ടിടങ്ങളുടെ മങ്ങിയ രൂപരേഖ ചക്രവാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണാമായിരുന്നു. എവിടെ നോബിള്? കാണാനിടയില്ല. ഒരു ഇടിമിന്നലുണ്ടായി. ലോറിത്തെരുവിൻ്റെ അങ്ങേയറ്റത്തു കൂടി ഒരു മനുഷ്യൻ മഴയിലൂടെ നനഞ്ഞു കുളിച്ച് ഏകാഗയായി നടന്നു നീങ്ങുന്നത് ഒരു ഞൊടിയിടയിൽ അവർ കണ്ടു. ലോറിത്തെരുവിൽ വീണ്ടും ഇരുട്ട് തളം കെട്ടി. അവൻ പോയി. ശിവൻകുട്ടി മന്ത്രിച്ചു. മഴ, പെരും മഴ. കണ്ണാടിച്ചില്ലിൽ ആഞ്ഞുപതിക്കുന്ന മഴത്തുള്ളികൾ ചരൽ വാരി എറിയും പോലെ. വൈപ്പർ ഇടവലം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വലിയ ഗുണമൊന്നുമില്ല. ഇടയ്ക്കിടെ ചില്ലിൽ നീരാവി പൊതിയുന്നുണ്ട്. തോർത്തെടുത്തിടയ്ക്കിടെ നോബിളത് തുടയ്ക്കുന്നുണ്ട്. ചിലയിടത്ത് മൂടൽ മഞ്ഞ് വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ റോഡ് ശരിക്കും കണ്ടുകൂടാ. എങ്കിലും
നോബിളിന് നല്ല രസം തോന്നി. ലക്ഷ്യമില്ലാത്ത യാത്രയാണിത്. അതിനാലൊട്ടും സൂക്ഷ്മത വേണ്ട. നേരെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ സന്തോഷം. നദിയിലേക്കോ കൊക്കയിലേക്കോ മറഞ്ഞാലും സന്തോഷം. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയണ്ട, എവിടെ ചെന്നെത്തുമെന്ന് അറിയണ്ട. ആഹാ! നോബിൾ ഒരു ഉന്മാദ സ്വരം പുറപ്പെടുവിച്ചു. മലകളുടെ നെഞ്ചിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന മലമ്പാതകളിലൂടെ നീങ്ങവേ റിയർവ്യൂ മീറ്ററിലൂടെ 2 തീക്കണ്ണുകൾ കാണായി. ഒരു വാഹനം പുറകെ വരുന്നുണ്ട്. നോബിൾ തല പുറത്തേക്കിട്ട് നോക്കി. ലോറിയോ വാനോ? അത് പാഞ്ഞെടുക്കുകയാണ്. തല പുറത്തേക്കിട്ട് നോബിൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു. നീല വണ്ടി, പോലീസ് വാൻ, അത് തന്നെ പിന്തുടരുകയാണ്. നോബിള് ഒന്ന് ചിരിച്ചു. അമ്പട മോനെ, നോബിളിനോടാണ് കളി. 20 കൊല്ലത്തോളമായി വളയം പിടിക്കുന്നു. നോബിളിൻ്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. ശരി, അതൊക്കെ നോക്കാടാ. ലോറി കുതിച്ചു പാഞ്ഞു. എടുത്തു വച്ച് തിരിക്കും പോലെ വളവുകൾ തിരിഞ്ഞു. കട്ടറുകൾക്ക് മീതെ പറന്നു. മലമുകളിലെ കൊടും വളവ് തിരിയുന്നതിന് മുമ്പ് പിറകോട്ടൊരിക്കൽ കൂടി നോക്കി. വയസ്സൻ പോത്തിനെ പോലെ വലിഞ്ഞു കയറി വരുന്നുണ്ട്. വളരെ പിറകിലാണവൻ. ഇനി ഇറക്കം. നോബിളിനൊരു മൂളിപ്പാട്ട് പാടാൻ തോന്നി. ചെല്ലയെ പണ്ടേ പാടുമായിരുന്ന തമിഴ് പാട്ട് അവന് ഓർമ്മ വന്നു. നോബിൾ ഉറക്കെ പാടി. വണ്ടി പാലത്തിൻ്റെ മുകളിലെത്തി. 100 അടിയോളം താഴെ കലങ്ങി മറിഞ്ഞ് നിറഞ്ഞു കവിഞ്ഞ് പാറക്കെട്ടുകളിൽ ആർത്തലറി ഒഴുകുന്ന കാട്ടാറ്. വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പം. അക്കരെ കടന്നു. ഇനി ഇരുവശവും കാടാണ്. കുറേ ദൂരം സുഗമമായി നീങ്ങി. വളവ് തിരിഞ്ഞപ്പോൾ എതിരെ ഒരു പോലീസ് വണ്ടി റോഡിന് കുറുകേട്ടിരിക്കുന്നത് കണ്ടു. പുറമേ മഴയത്ത് തോക്കുമേന്തി നിൽക്കുന്ന സായുധ പോലീസ്. പുറകിൽ പോലീസ് ജീപ്പ്. അത് ശരി, അവന്മാർക്ക് വിവരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നോബിൾ ഇതുവഴി വരുന്നു. ദാ പിടിച്ചോ എന്ന്. ദാ കിട്ടിപ്പോയി. സഡൻ ബ്രേക്ക്, റിവേഴ്സ് ഗിയർ. ആവുന്നത്ര വേഗതയിൽ പിന്നോട്ട്. റോഡരികിൽ ഒരൽപ്പം വീതിയിൽ ഒഴിവ് കണ്ടു. അവിടെയിട്ട് കുത്തനെ തിരിച്ചു. ഞൊടിയിൽ കഴിഞ്ഞു. പിന്നെ ഒരു മരണപ്പാച്ചിൽ. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. ജീപ്പും വാനും പിറകെയുണ്ട്. വാടാ വാ, നോബിൾ പഠിപ്പിക്കാൻ കളി. അവൻ പുറകിലേക്ക് കയ്യാട്ടി വിളിച്ചു. ആകപ്പാടെ ഹരായിരുന്നു അവന്. നിലം തൊടാതെ എന്ന വണ്ണം പായുകയാണ് ലോറി. വീണ്ടും പാലം. പാലത്തിൻ്റെ മധ്യഭാഗത്ത് ചെന്നപ്പോൾ കണ്ടു എതിരെ പോലീസ് വാൻ. തന്നെ ആദ്യം പിന്തുടർന്നു പോന്ന വയസ്സം പൂത്ത്. അവൻ പാലത്തിൻ്റെ കാൽബരി കടന്നിരിക്കുന്നു. ഒരു വണ്ടിക്ക് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. ബ്രേക്കുകൾ അലറി. ടയർ കരിഞ്ഞ മണം വായുവിൽ പടർന്നു. പിന്നോട്ടൊന്ന് നോക്കി. ജീപ്പും വാനും പാലത്തിലൂടെ പാഞ്ഞു വരുന്നു. വെച്ചരിഷ്. രാജാവിന് നീങ്ങാൻ കളവില്ല. നോബിൾ പെറുവിറുത്തു. റിവേഴ്സിലിട്ട് അല്പം പുറകോട്ടെടുത്ത് പിന്നെ ഫസ്റ്റ് ഗിയറിലിട്ട് ക്ലച്ച് ഔട്ടി ആക്സിലേറ്ററിൽ ആഞ്ഞമർത്തി. എൻജിൻ റേസ് ചെയ്ത് നിർത്തി. 100 അടി താഴെ എഞ്ചിനേക്കാൾ ഒച്ചയിൽ ഇരമ്പുന്ന പുഴ. ലോറിക്ക് ഇരുവശവുമായി പോലീസ് വാഹനങ്ങൾ വന്നു നിന്നു. പോലീസുകാർ ചാടിയിറങ്ങി. നോബിൾ ക്ലച്ചിൽ നിന്നും കാൽവലിച്ച്. ഇന്നാ പിടിച്ചോടാ. പുഴയേക്കാൾ വണ്ടികളുടെ എഞ്ചിനേക്കാൾ ഉച്ചത്തിൽ നോബിൾ അലറി. റോക്കറ്റ് തൊടുന്നത് പോലെ ലോറി വലതുവശത്തേക്ക് കുതിച്ചു. സിമൻ്റ് കൈവരികൾ താർത്തു. പാലം കുലുക്കിക്കൊണ്ട് ലോറി വായുവിൽ 2 തവണ കരണം മറിഞ്ഞ് നദിയുടെ മൃദുമേൽപ്പാളിയിലേക്ക് തലകുത്തി വീണു. ഭീമാകാരമായ ഏതോ ജലജീവിയുടെ അഭ്യാസ പ്രകടനം പോലെ ഒരു മാത്ര ലോറി തലകുത്തിയ മട്ടിൽ വെള്ളത്തിന് മേലെ നിന്നു. 4 പാടും വൻ തിരകളായി ജലം വകഞ്ഞു പൊങ്ങുകയും നദിയിൽ ഒരു വലിയ കുഴിയുണ്ടാക്കുകയും ചെയ്തു. ലോറി അതിലേക്ക് താണു. ഒരു ജലപ്പുതപ്പ് ലോറിയെ മൂടി. നുരകൾ മാത്രം മുകളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരുന്നു. ലോറി വീണ ഭാഗത്തും പരിസരത്തുമെല്ലാം സെർച്ച് ലൈറ്റുകൾ പരതിക്കൊണ്ടിരുന്നു. അതിശക്തമായ ഒഴുക്ക്. കലങ്ങി മറിഞ്ഞ വെള്ളത്തിലൂടെ ഞെരികളും കാട്ടുതടികളും ചെറുമരങ്ങളും ഒഴുകിപ്പോകുന്നുണ്ട്. കുറച്ച് താഴെ വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുകളിലായി ലോറിയുടെ പിൻഭാഗം ഒന്ന് ഉയർന്നു മറിഞ്ഞു. തുടർന്ന് വെള്ളച്ചാട്ടിലേക്ക് പതിക്കുന്ന ഘോരശബ്ദം കേൾക്കായി. കഴിഞ്ഞു. ഒരു പോലീസ് കോൺസ്റ്റബിൾ പെറുവിറുത്തു. അവൻ കളിക്കുകയാണ് കൂട്ടുകാരോടൊപ്പം, മദർ പറഞ്ഞു.
എന്നിട്ട് ശിവൻകുട്ടിയെ ചാപ്പലിന് മുൻവശം വരെ കൂട്ടിക്കൊണ്ടുവന്നു. കളിസ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വിശാലമായ പച്ചപ്പുൽത്തകടിയിൽ തണൽ വിരിച്ച വാഗമരങ്ങൾക്കിടയിലൂടെ ശിവൻകുട്ടി നടന്നു. ചുവപ്പ് പരാവതാനി വിരിച്ച പോലെ മണ്ണിൽ വാഗപ്പൂക്കൾ നിരന്നു കിടന്നിരുന്നു. കളിച്ചുകൊണ്ടിരുന്ന അനേകം കുട്ടികൾക്കിടയിൽ ശിവൻകുട്ടിയുടെ കണ്ണുകൾ അപ്പുവിനെ പരതി. കണ്ടുപിടിക്കുകയും ചെയ്തു. പന്ത് നിലത്തിട്ട് ഗ്രൗണ്ടിലൂടെ കൂട്ടുകാരെ ഇടംവലം വെട്ടിച്ചോടുകയാണവൻ. ആർത്തിച്ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ കൂട്ടുകാർക്കിടയിൽ അവൻ്റെ രൂപം മറഞ്ഞു. നോക്കി നിൽക്കെ ശിവൻകുട്ടിയുടെ നെഞ്ചിൽ വാത്സല്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, അലിവിൻ്റെ ഉറവുകൾ പൊട്ടി. അവനറിയില്ല അവൻ്റെ അമ്മ ഇനി അവനെ കാണുകയില്ലെന്ന്. അവനറിയില്ല അവൻ്റെ കുഞ്ഞുപങ്ങളും മുത്തശ്ശിയും ഇനി ഒരിക്കലും അവനെ കാണുകയില്ലെന്ന്. അവനറിയില്ല അവൻ്റെ അപ്പ ഇനി ഒരിക്കലും. ശിവൻകുട്ടിക്കൊരു ഉൾക്കിടിലമുണ്ടായി. സങ്കടപൂർണമായ ഓർമ്മയിൽ കണ്ണുകൾ ഈർനായി. കളിക്കിടയിൽ ഒരു വേള അപരിചിതനായ അപ്പുവിൻ്റെ നോട്ടം ശിവൻകുട്ടിയുടെ മേൽ പതിഞ്ഞു. ഒരു നിമിഷം അവൻ സ്തംഭനായി. പിന്നെ കയ്യിലെ ബാസ്കറ്റ് ബോൾ വലിച്ചെറിഞ്ഞിട്ട് ശിവൻകുട്ടിയുടെ നേർക്ക് ഓടി വന്നു. മുമ്പിൽ വന്ന് കിതച്ചുകൊണ്ട് അവൻ അയാളെ നോക്കി. അപ്പാന്തേ ശിവൻകുട്ടി അങ്കിൾ? ശിവൻകുട്ടി വീർപ്പടക്കി. അയാളുടെ സ്വർണ്ണ നിറമുള്ള ഭംഗിയാർന്ന ആ ബോക്സ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പ തന്നയച്ചതാ മോന് തരാൻ, മോന് സൂക്ഷിച്ചു വെക്കാൻ. അവൻ തിരിച്ചും മറിച്ചും നോക്കി. കുലുക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു താക്കോൽ കൂട്ടമുണ്ടെന്ന് മനസ്സിലായി. ഇതിനകത്തെന്താ അങ്കിളെ? എന്താണ് പറയേണ്ടതെന്ന് ശിവൻകുട്ടി മനസ്സിലായില്ല. അതിനകത്ത് എന്താണെന്ന്. കോടിക്കണക്കിന് വരുന്ന സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം, അവൻ്റെ അമ്മയുടെയും അപ്പയുടെയും പൊന്നുമോളുടെയും മുത്തശ്ശിയുടെയും ജീവൻ. അതിൻ്റെ ഒന്നും വില ഇപ്പോഴവൻ അറിയില്ലല്ലോ. അപ്പ ഇനി വരില്ലേ അങ്കിളെ? അമ്മയും പൊന്നിനെയും മുത്തശ്ശിയും ഒന്നും ഇനി വരില്ലേ? ഒരിക്കലും വരില്ലേ? ശിവൻകുട്ടിയുടെ കണ്ണ് നിറഞ്ഞത് അതവൻ കാണാതിരിക്കാൻ ആകാശത്തേക്ക് നോട്ടം തിരിച്ചു. അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗദ്ഗതത്തോടെ അയാൾ മന്ത്രിച്ചു, വരും, എല്ലാവരും വരും മോനെ കാണാൻ ഒരു ദിവസം. ലോറിത്തെരുവ് എന്നത്തെയും പോലെ ഇന്നും സജീവമാണ്. ലോറികൾ വരികയും പോവുകയും ചെയ്യുന്നു. വർക്ക്ഷോപ്പുകളും ലൈറ്റുകളും പ്രവർത്തന നിരതമായിരുന്നു. തെരുവിൽ ജീവിതം ഇരുമ്പുന്നു. ഇടയ്ക്കിടെ വാക്കേറ്റവും അടികലശവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ലോറിത്തെരുവിൽ മിക്കപ്പോഴും നോബലിനെക്കുറിച്ച് പരാമർശമുണ്ടാകാറുണ്ട്. എന്നാ പറഞ്ഞാലും നമ്മുടെ നോബിൾ മരിച്ച പിന്നെ ലോറിത്തെരുവിൽ ഒരു ജീവനില്ലാത്തതുപോലെയായി. ഷാപ്പിലിരുന്ന് കപ്പയും മത്തിക്കറിയും കുട്ടി കള്ള് മോന്തുന്നതിനിടയിൽ കൊടുവള്ളി കുട്ടപ്പം പറഞ്ഞു. ചുറ്റും ഇരുന്നൊരു തലയാട്ടി. നേരാ. കാലം തമ്പി ഗ്ലാസ് മേശയിലേക്ക് അടിച്ചു വെച്ചിട്ട് പറഞ്ഞു, ആര് പറഞ്ഞടാ നോബിള് മരിച്ചെന്ന്? അല്ല, കുട്ടപ്പം പരങ്ങി. പത്രക്കാരൻ പോലീസും. അവർ പറയുമ്പോൾ മരിക്കാനിരിക്കുകയാണോടാ നോബിള്? എത്ര ദിവസം വെള്ളത്തിൽ തെരഞ്ഞടാ പോലീസും പട്ടാളോ? അവൻ്റെ ശവം കണ്ടെടുക്കാൻ പറ്റിയോ? അതില്ല, കുട്ടപ്പൻ സമ്മതിച്ചു. അത് നേരാ. ചത്തെങ്കിൽ ശവം കിട്ടണ്ടായോ? നോബിളാരാ മോൻ? കല്ലേ വെച്ചരച്ച ചാകുന്നവനല്ല അവൻ. അവൻ നീന്തി കയറിപ്പോയി കാണും. എന്നെങ്കിലും ഒരു ദിവസം ഇതിലേക്ക് വന്നെന്നും ഇരിക്കും. ശാന്തമ്പാറ ശശി അഭിപ്രായപ്പെട്ടു. എന്താടാ സംശയം? കാലം തമ്പി ചോദിച്ചു. അവൻ വരുമെന്ന് 3 തരം. പന്തയം വയ്ക്കുന്നടാ ആരെങ്കിലും? ഇതുപോലെ നമ്മൾ വെടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളൊക്കെ നോക്കിക്കൊടാ, നമ്മുടെ നോബിള് കൈലിയൊക്കെ ചരച്ച് കെറ്റി മടക്കി കുത്തി തോർത്ത് തലയിൽ വട്ടം കെട്ടി ഒരു മുറി വീടിയും വലിച്ചുകൊണ്ട് കൈയും വീശി എന്നാ ഉണ്ടാടാ കഴിവേറി മോനെ എന്ന് വിശേഷം ചോദിച്ചു വരുന്നത് നമ്മളൊക്കെ കാണും. ആരും ഒന്നും മിണ്ടിയില്ല. അവർ ആ വരവ് മനക്കണ്ണിൽ കാണുകയായിരുന്നു. പ്രിയരെ, വലയം എന്ന ഈ നോവല് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി. ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്നറിയില്ല. ഒത്തിരി ആളുകൾ ഇതിനു മുമ്പ് കേട്ട നോവലാണിത്. എന്നിട്ടും ഒരുപാട് ആളുകൾ വീണ്ടും പുതുതായിട്ട് കേൾക്കുകയും നന്നായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരോടും ഒത്തിരി സ്നേഹം. വീണ്ടും നമ്മളൊരു പുതിയ നോവലുമായിട്ട് കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.